ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. രഹന പഞ്ചായത്ത് ഓഫീസിൽ ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്യുകയാണ്. അവളിപ്പോൾ പഞ്ചായത്ത് ഓഫീസിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. മാസം കുഴപ്പമില്ലാത്തൊരു സംഖ്യ സമ്പാദിക്കുന്നുണ്ട്. താൽക്കാലിക ജോലിയാണ്. രഹന ജോലി ചെയ്യുന്നിടത്തേക്ക് മെമ്പർ നാസർ വരുന്നു. ആരാ രഹന? നാസർ ചോദിച്ചു. ഞാനാണ്, രഹന പറഞ്ഞു. മോൾ ഇവിടെ വരൂ, ഒരു കാര്യം സംസാരിക്കാനാണ്. രഹന എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്നു. ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് നാസർ അവളെ കൂട്ടിക്കൊണ്ടുപോയി. മോള് ഡൈവോഴ്സ് ആണല്ലേ? നാസർ രഹനയോട് ചോദിച്ചു. അതെ. അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലേ? മോൾ ആ കേസ് പിൻവലിച്ചളാ. ഞാൻ എന്തിന് കേസ് പിൻവലിക്കണം? കോടതിയിൽ എത്തുമ്പോൾ എന്ത് പീഡനം, എവിടത്തെ പീഡനം എന്നൊക്കെ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാകില്ലേ മോളെ? എന്ത് തന്നെ വന്നാലും ഞാൻ കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞ് അമർത്തി ചവിട്ടിക്കൊണ്ട് രഹന തന്റെ വർക്ക് ചെയ്യാൻ പോയി. രഹന കോടതിയിൽ കൗൺസിലറുടെ മുന്നിൽ ഇരുന്നു. രഹന അക്ബറിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ? കൗൺസിലർ ചോദിച്ചു. ഇല്ല സർ. അതെന്താ? അയാൾ എന്നെ ഉപേക്ഷിച്ചതല്ലേ? കോടതിയിൽ കേസിന് വന്ന റംഷാദ് എന്ന യുവാവ് രഹനയെ കാണുന്നു. എന്താ കേസ്? റംഷാദ് രഹനയോട് ചോദിച്ചു. ഭർത്താവ് ഒഴിവാക്കി. നിങ്ങൾക്ക് എന്താ കേസ്? ഭാര്യയെ ഒഴിവാക്കി. പിന്നെയും ഒരുപാട് നേരം രഹനയും റംഷാദും സംസാരിച്ചു. ഫോൺ നമ്പറുകൾ കൈമാറി. രാത്രി 8:30 രഹനയുടെ ഫോൺ ശബ്ദിച്ചു. രഹന ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ആരാ? തുടരും. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.